പിശാചിനോട് തേടിയാൽ ഉത്തരം കിട്ടുമെന്നും പുണ്യാത്മാക്കളോട് തേടിയാൽ ഉത്തരം കിട്ടില്ല എന്നുമാണ് മൗലവിമാർ ഇപ്പോൾ പറയുന്നത്. മടവൂർ ഗ്രൂപ്പിലെ സലാം സുല്ലമി ഇക്കാര്യം വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക. ജിന്നിന് അദൃശ്യകാരി അറിഞ്ഞ് പ്രസംഗിച്ചോ? അഭൗതിക മാർഗത്തിലൂടെ പലരും പേടിച്ചാൽ നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടപ്പം ജിന്ന് പൂജകന്മാർക്ക് വരെ സാത്താൻ ആരാധിക്കുന്നവർ വരെ നിങ്ങൾ ആയത്തോഴി തെളിവുണ്ടാക്കുക. ഇപ്പൊ നമ്മൾ വേണ തൗഹീദ് ഏതാണ് മുജാഹിദ് വേണ തൗഹീദ്? ബദരീങ്ങളെ വിളിച്ച് തേടിയാ ഉപകാരം ചെയ്യൂല, ഇഫ്രീത്തിനെ വിളിച്ച് തേടിയാ ഉപകാരം ചെയ്യുന്ന അതാണ് ഔട്ടർ തൗഹീദ്. നിങ്ങൾ പ്രസംഗിക്കണം അങ്ങനെയല്ലേ? മമ്പറന്തങ്ങളെ വിളിച്ചാൽ ഉപകാരം ചെയ്യൂല, ഇഫ്രീത്ത് എന്ന മല്ലനെ വിളിച്ചാൽ ഉപകാരം ചെയ്യൂ, സുലൈമാൻ നബിനെ ഇഫ്രീത്തിനെ വിളിച്ച് തേടിയാ ഉപകാരം ചെയ്യുന്നല്ല പ്രസംഗിക്കുന്നത്. സംശയമുണ്ടോ? ഈ മേശമുള്ള കാസറ്റ് വെച്ചോക്കി, ഓഡിയോ കാസറ്റ് വെച്ചോക്കി ഉണ്ടോ എന്നുള്ളത് ഇത്രത്തോളം പറയാം. അപ്പൊ ചോദ്യം ചോദിച്ച് ഞാൻ മുസ്ലിം ജിന്നിനെ മുസ്ലിങ്ങൾ വിളിച്ചാൽ അതിന് വ്യക്തമായ മറുപടി അറിയില്ല. എനിക്കിപ്പോ പറയാൻ കഴിയില്ല. അങ്ങനത്തെ എന്തെങ്കിലും കാഫിറായ ജിന്ന് കാഫിറായ മുസ്ലിമിനെ കാഫിറായ മനുഷ്യനെ സഹായിക്കുന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതുപോലെ മുസ്ലിമിന്റെ സഹായങ്ങൾ കിട്ടിയേക്കാൻ, പക്ഷേ അങ്ങനെ സ്വാധീനിച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് പറയാൻ കഴിയില്ല. മുസ്ലിം ജിന്നുണ്ടല്ലോ, നമ്മള് മുസ്ലിം ജിന്നിനെ വിളിച്ച കാഫിരിങ്ങളെ ഈ ഫിരീത്തിനെ വിളിച്ചാല് കാഫിർ ജിന്നിനെ വിളിച്ചാല് കിട്ടുമെങ്കിൽ നമ്മൾ നല്ല ജിന്നിനെ വിളിച്ചു നോക്കുക. അപ്പൊ നല്ല ജിന്നിനെ വിളിച്ചാൽ കിട്ടൂല, മല്ലൻ ജിന്നിനെ വിളിച്ചാൽ കിട്ടും. അതാണ് അമേരിക്കയിലെ സാത്താന്റെ ആരാധകന്മാർ